ഹായ് എവ്രി വൺ. ഈ വീഡിയോയിൽ വെൻറ്റ് അതേപോലെ തന്നെ ഐ ഹാവ് ഗോൺ ഈ രണ്ട് വാക്കുകളല്ല, ഐ ഹാവ് ഗോൺ എന്ന് പറയുന്ന ഫ്രേസും വെൻറ്റ് എന്ന് പറയുന്ന വാക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, എവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഐ വെൻറ്റ് പിന്നെ വേഴ്സസ് ഐ ഹാവ് ഗോൺ. ഓക്കെ, ആദ്യമേ തന്നെ ഐ വെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻറ്റ് എന്നുള്ള വാക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വീക്ക് 2 വരുന്നതാണ് വെൻറ്റ്. ഐ വെൻറ്റ് ടു പാരീസ് ലാസ്റ്റ് ഇയർ. ഇതിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ വർഷം പാരീസിൽ പോയി എന്നാണ്. ഓക്കെ, കഴിഞ്ഞ വർഷം ഞാൻ പാരീസിൽ പോയി. അത് പറയാനായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈ പറയുന്ന V2 അതായത് വെൻറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. സിമ്പിൾ. ഇനി എന്താണ് ഐ ഹാവ് ഗോൺ എന്നുള്ളതിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഞാൻ പാരീസിൽ പോയി എന്ന് പറയുമ്പോൾ വെൻറ്റ് എന്നുള്ളതും ഏത് കേസിലാണ് ഐ ഹാവ് ഗോൺ എന്നുള്ളത് യൂസ് ചെയ്യേണ്ടത് എന്നായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ വരുന്നത് അല്ലേ? ഇത് രണ്ടും സിമിലർ ആണോ ഐഡിയ? അല്ല, ഇത് രണ്ടും ഡിഫറെന്റ് ഐഡിയാസ് ആണ്. ഐ ഹാവ് ഗോൺ എന്ന് പറയുന്നത് ഒരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്നതാണ്, അത് മനസ്സിലാക്കാം. അതായത് ഹാവ് പ്ലസ് V3 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ V2 പറഞ്ഞപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഹാവ് പ്ലസ് V3. ഗോൺ എന്നുള്ളത് V3 ആണ്. ഗോ V1, വെന്റ് V2, ഗോൺ V3. ഇവിടെ നോക്കിയേ, ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് പറയാനാണ് അത് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ഗോൺ ടു പാരീസ് 3 times. എക്സാമ്പിൾ നോക്കിയാൽ കാണാം, ഐ ഹാവ് ഗോൺ ടു പാരീസ് 3 times എന്ന് പറഞ്ഞാൽ ഞാൻ പാരീസിൽ 3 തവണ പോയിട്ടുണ്ട്. ഞാൻ പാരീസിൽ കഴിഞ്ഞ വർഷം പോയി എന്ന് പറയുന്നതും ഞാൻ പാരീസിൽ 3 തവണ പോയിട്ടുണ്ട് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അത് പറയാനായിട്ടാണ് വെൻറ്റും, അതായത് ഞാൻ പാരീസിൽ പോയി കഴിഞ്ഞ വർഷം പോയി എന്ന് പറയാൻ വെൻറ്റും, ഇങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്, പാരീസിൽ പോയിട്ടുണ്ട്, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു അനുഭവം പറയാനായിട്ട്. അങ്ങനത്തെ കേസിലാണ് പ്രസന്റ് പെർഫെക്റ്റ്, അതായത് ഇവിടെ ഹാവ് പ്ലസ് V3 ഐ ഹാവ് ഗോൺ ടു എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിട്ടുള്ളത്. താങ്ക് യു.